സനക്കയുടെ മുന്നത്തെ പടമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതെങ്ങനെയുണ്ട്? അതെ അല്ല മൊത്തത്തിൽ കൺസെപ്റ്റും കാര്യങ്ങളും നല്ല പടമാണ്. നല്ല ഹ്യൂമറാണ്. സമൂഹത്തിൽ നടക്കുന്ന സമൂഹത്തെ ഇൻസിഡൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള കഥയാണ്. നല്ല ഹ്യൂമറുണ്ടായി. നല്ല രസമായിരുന്നു. ആദ്യാവസാനം ചിരിക്കാനും ചിന്തിക്കാനും തിങ്കളാഴ്ച നിശ്ചയം പോലെ തന്നെ ആസക്തിയുള്ള നല്ല സിനിമയാണ്. തീർച്ചയായും വിജയിക്കേണ്ട സിനിമയാണ്. എല്ലാവർക്കും ടിക്കറ്റ് എടുക്കാവുന്ന ഗംഭീര പടം. നല്ല ക്യൂരിയോസിറ്റി എല്ലാം ബാലൻസ് ഭയങ്കര പുറത്താണ്. നല്ല സിനിമയാണ്. ഒരു അവിധത്തിലെ കഥ പറഞ്ഞാണ്. അടിപൊളി സിനിമയാണ്. ചെറിയ കണ്ടന്റാണ്, പക്ഷെ നല്ല രസമായിട്ട് ചെയ്യുന്നുണ്ട്. നല്ല എന്റർടൈൻമെന്റാണ്. കോമഡിയൊക്കെ വർക്കൗട്ടായിരുന്നു. ക്ലൈമാക്സ് അടിപൊളിയാണ്. നല്ലൊരു എന്താ പറയുക, സ്ത്രീകളുടെ കാര്യങ്ങൾ പറയുന്ന ഒരു കാര്യമാണ്. നല്ല സിനിമയാണ്. ഒരു പരീക്ഷണ ചിത്രമാണ്. ഇത്ര സിനിമകൾ എടുക്കാൻ മലയാള സിനിമയ്ക്ക് സാധിച്ചു എന്ന് തന്നെ വലിയ കാര്യമാണ്. വളരെ ചെലവ് ചുരുക്കിയെടുത്ത പടങ്ങളാണ്. കഥയാണ് ഇതിൻ്റെ താരം. ഇത്ര നല്ല ചെറിയ സിനിമ ആൾക്കാർ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ്. ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരുടെ പെർഫോമൻസ് നല്ലതാണ്. എന്തായാലും നല്ലൊരു സിനിമയാണ് മലയാളത്തിന് കിട്ടിയത്. ഫാമിലിക്കൊക്കെ വർക്കൗട്ടാവും. ഫാമിലി വർക്കൗട്ട് അത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ ചെറിയ സിനിമയാണ്. ഇതെല്ലാ നാട്ടുകളിലും നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇത് വളരെ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. വളരെ രസമായിട്ട് എടുത്തിട്ടുണ്ട്. എന്തായാലും ഇതൊരു മുതൽക്കൂട്ടായിരിക്കും ഈ സിനിമ. അപ്പോൾ എപ്പോഴും നമ്മളെ ആക്ച്വൽ ഓഡിയൻസിൻ്റെ കൂടെ കാണുമ്പോഴാണല്ലോ കുറച്ചുകൂടെ ഒരു ആക്ച്വൽ റിസൾട്ട് അറിയാൻ വേണ്ടി പറ്റുക. അപ്പോൾ നമ്മളിന്ന് കണ്ടപ്പോൾ ഓൾമോസ്റ്റ് ത്രൂ ഔട്ട് പടം എല്ലാവരും നല്ലോണം ചിരിക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷം. താങ്കളിലൂടെയാണ് പടം ഒരു മെയിൻ ഭാഗം പോയി നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഒരുപാട് പേര് പറഞ്ഞു. എനിക്ക് ഒരുപാട് സന്തോഷം. ആദ്യമായിട്ടാണ് ഒരു പടത്തിൽ ബ്രോഡ്വേഷൻ ചെയ്ത് രണ്ടാമത്തെ പടമാണ്. എല്ലാ വിജയങ്ങളും ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. സന്തോഷം. പ്രേക്ഷകരുടെ കൂടെ ഇരുന്നിട്ട് കാണാൻ സാധിച്ചത് വളരെ സന്തോഷം. ഞാൻ സിനിമ മൂന്നാമത്തെ തവണയാണ് കാണുന്നത്. അപ്പോഴും എനിക്കും ഒരുപാട് ചിരി പല സ്ഥലങ്ങളിലും റിപ്പീറ്റഡ്ലി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ പ്രേക്ഷകർ വളരെ നന്നായിട്ട് അത് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് കാണുമ്പോൾ സന്തോഷം വേറെ. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് ഏറ്റവും അടുത്ത തിയേറ്ററിൽ തന്നെ പോയിട്ട് സിനിമ കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. വലിയ സന്തോഷമായി. ഇത്രയും മുന്നിലെ കഥാപാത്രം ആദ്യമായിട്ടാണ് വിളിച്ചത്. കാസർഗോഡ് അഭിനയിച്ചവർ എല്ലാവരും നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആക്ടേഴ്സ് ആയിരുന്നു. പിന്നെ സെന്ന സാറും ബാക്ക്ഗ്രൗണ്ട് ടീമൊക്കെ വളരെ ഹെൽപ്പ് ചെയ്തു. ഹാപ്പിയാണ്. അതിനെ കണ്ടവരിൽ അത്യാവശ്യം നല്ല അഭിപ്രായം പറയുന്നത്. ഓക്കെ. എന്തായാലും ഞങ്ങൾ കാണാൻ പോകും. അപ്പോൾ ഞങ്ങൾ എന്ത് പ്രതീക്ഷയായിരിക്കണം ഇപ്പോൾ ഇതിൽ കയറേണ്ടത്? ഒന്നും പ്രതീക്ഷിക്കാണ്ട് കയറുക. ഒരു പടം എങ്ങനെ ആസ്വദിക്കാന്നപ്പോൾ പടം കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒന്നും ഹോപ്പ് കൊടുക്കണ്ട. ജസ്റ്റ് ഒരു പടം എന്നുള്ളൊരു എൻ്റർടൈനർ ആയിരിക്കും. എന്തായാലും കോമഡിയൊക്കെ ചിരിക്കാനുണ്ട്. വെച്ചാൽ കാണികളുടെ കൂടെ കയറിയപ്പോഴത്തേക്ക് എല്ലാവരും ചിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഹാപ്പി ആയിരിക്കും. ഉറപ്പായിട്ട് ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ ഒരു അഭിഹിതമാണ് എല്ലാവർക്കും. ട്രൂവായിട്ടുള്ള എക്സ്പീരിയൻസ്. എനിക്ക് സെന്ന സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. മുന്നത്തെ തിങ്കളാഴ്ച വിഷയമൊക്കെ കണ്ടപ്പോൾ. പിന്നെ ഞാനും നാട്ടുകാരിയാണ്. ഞാൻ നീലേശ്വരത്താണ്. അപ്പോൾ അത് സാധിച്ചതിൽ ഒരു ഭയങ്കര സന്തോഷമാണ്. ഒരുപാട് വലിയ വലിയ താരങ്ങളാണ്.
ഇല്ല, അങ്ങനത്തെ പേടി സാറിന്റെ പടമായതുകൊണ്ട് അതിന്റെ ഒരു പേടി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതിന്റെ